Hi everyone, this is CMA Afzal Alunkal here. Before starting the video, please hit the like button for more CMA related updates. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് നമ്മൾ സിലബസ് 2016 നിന്ന് സിലബസ് 2022 ആവുന്ന ഒരു ട്രാൻസിഷണൽ ടൈമിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഒരു പേപ്പറിന് എക്സംഷൻ കിട്ടിയാൽ 2016 സിലബസിൽ ഓൾറെഡി റിസൾട്ട് വന്നപ്പോൾ എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2022 സിലബസിലേക്ക് കിട്ടുമോ, അതേപോലെ ഞാൻ ഒരു ഗ്രൂപ്പ് പാസ്സായാൽ അത് 2022 സിലബസിൽ വീണ്ടും ആ ഗ്രൂപ്പ് എഴുതേണ്ടി വരുമോ, അങ്ങനെ പല ഡൗട്ടുകൾ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഗസ്റ്റ് 16, 2022 ടൈമിൽ പുറത്തിറക്കിയ ക്ലാരിഫിക്കേഷനാണ്. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 2016 സിലബസിൽ ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് 1 ക്വാളിഫൈ ചെയ്തു. 2016 സിലബസിൽ ഈ വന്ന റിസൾട്ടിൽ നമ്മൾ ഗ്രൂപ്പ് 1 ക്വാളിഫൈ ചെയ്തു. നമ്മൾ 2022 സിലബസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്താൽ ആ പാസ്സായ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യണ്ട, എക്സംപ്റ്റഡ് ഫ്രം അപ്പിയറിംഗ് ഇൻ ഗ്രൂപ്പ് 1. നമ്മൾ ആ ഗ്രൂപ്പിന് അറ്റൻഡ് ചെയ്യേണ്ട, ഗ്രൂപ്പ് 2 പുതിയ സിലബസിൽ എഴുതിയാൽ മതി. തിരിച്ചു അതെ, ഗ്രൂപ്പ് 2 ആണ് നമ്മൾ പാസ്സാവുന്നതെങ്കിൽ ഇനി ഗ്രൂപ്പ് 1 എഴുതിയാൽ മതി എന്നതാണ്. ഗ്രൂപ്പ് 1 മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഒരു ഗ്രൂപ്പ് പാസ്സായാൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ബാക്കിയുള്ള ഗ്രൂപ്പ് മാത്രം ഗ്രൂപ്പായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഡൗട്ട് സബ്ജക്റ്റ് വൈസ് എക്സംഷൻ ആണ്. അപ്പോൾ നമുക്ക് 2016 സിലബസിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ നമ്പർ 5 2016 സിലബസിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതിനാണ് എക്സംഷൻ. എക്സംഷൻ മീൻസ് 60 മാർക്കിൽ കൂടുതൽ കിട്ടിയാൽ ആ എക്സംഷൻ നമുക്ക് എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റും അണ്ടർ സിലബസ് 2022. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റുഡൻസ് ഹു ആർ പ്രസന്റ്ലി പർസ്യൂയിങ് ഇന്റർമീഡിയറ്റ് കോഴ്സ് 2016 സിലബസിൽ ഹാവിംഗ് സബ്ജക്ട് എക്സംഷൻസ് അണ്ടർ സിലബസ് 2016 അപ്പോൾ സ്വിച്ച് ഓവർ ടു സിലബസ് 2022, നമ്മൾ 2022ലേക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ യു ക്യാൻ അവൈൽ ദി എക്സംഷൻ. എക്സംഷൻ എന്ന് പറഞ്ഞാൽ 60% മാർക്ക് കിട്ടുമ്പോഴാണ് ഒരു സബ്ജക്റ്റിന് എക്സംപ്റ്റഡ് എന്ന് പറയുക. സോ എക്സംപ്റ്റഡ് ഫ്രം അപ്പിയറിംഗ് ഇൻ ദി കറസ്പോണ്ടിങ് ഓർ ഈക്വലന്റ് സബ്ജക്ട് അണ്ടർ സിലബസ് 2022 ഫോർ 3 കോൺസിക്യൂട്ടീവ് ടേംസ്. ആ എക്സംഷൻ നേരെ 2022 സിലബസിലേക്ക് നിങ്ങൾക്ക് കിട്ടും. 3 കോൺസിക്യൂട്ടീവ് ടേംസിൽ അടുപ്പിച്ചുള്ള 3 അറ്റംപ്റ്റിലേക്കാണ് എക്സംഷൻ കിട്ടുക. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. നമുക്ക് 60% മുകളിൽ മാർക്ക് 2023 ഡിസംബറിൽ ഒരു പേപ്പറിന് എക്സംഷൻ കിട്ടി. അതാണല്ലോ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നത്. അതിൽ എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2025 ജൂൺ വരെ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ടേം, അതായത് 3 കോൺസിക്യൂട്ടീവ് ടേം 2024 ജൂൺ, 2024 ഡിസംബർ, 2025 ജൂൺ വരെ ആ എക്സംഷൻ നമുക്ക് കിട്ടും എന്നർത്ഥം. അപ്പോൾ പേപ്പർ നമ്പർ 5 ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് എക്സംഷൻ കിട്ടിയതെങ്കിൽ അത് പേപ്പർ നമ്പർ 6 നമുക്ക് എക്സംഷൻ പുതിയ സിലബസിലേക്ക് വരിക. ലോ ആൻഡ് എത്തിക്സ് ആണെങ്കിൽ ഇവിടെ ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് ഉണ്ട്. ഡയറക്ട് ടാക്സിന്റെ കേസിലാണ് ഒരു പ്രശ്നമുള്ളത്. അത് മാത്രം നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ഡയറക്ട് ടാക്സ് ആൻഡ് IDT ഈ 2 സബ്ജക്റ്റിലാണ് എക്സംഷൻ ഉള്ളത്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് 1 DT 2016 സിലബസിൽ എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2022 സിലബസിലേക്ക് ക്യാരി ഫോർവേഡ് ആവില്ല. ആ പേപ്പർ നമ്മൾ വീണ്ടും എഴുതേണ്ടി വരും. കാരണം പുതിയ സിലബസിൽ DT ആൻഡ് IDT എന്നാണ് പേപ്പർ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലെ DTയും സെക്കൻഡ് ഗ്രൂപ്പിലെ IDTയും ഒരുമിച്ച് ഈ കഴിഞ്ഞ എക്സാമിന് എക്സംഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, 2 പേപ്പറിന് എക്സംഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പുതിയ സിലബസിൽ DT IDT പേപ്പർ എഴുതണ്ട. DTക്ക് മാത്രമായിട്ട് എക്സംഷൻ കിട്ടിയാൽ അതുകൊണ്ട് കാര്യമില്ല, IDTക്ക് മാത്രമായിട്ട് എക്സംഷൻ കിട്ടിയാലും കാര്യമില്ല. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നമുക്ക് എക്സംഷൻസ് അവൈലബിൾ ആണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ആ നോട്ടാണ് ഇവിടെ DT IDT കൊടുത്തിട്ടുള്ളത്. കണ്ടോ, സ്റ്റുഡൻസ് ഹു ഹാവ് ഗോട്ട് എക്സംഷൻ ഇൻ പേപ്പർ നമ്പർ 7 ഡയറക്ട് ടാക്സേഷൻ ആൻഡ് പേപ്പർ നമ്പർ 11 IDT DT IDT 2016 സിലബസിൽ എക്സംഷൻ 60% മാർക്കിൽ കൂടുതൽ കിട്ടിയാൽ ബട്ട് ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ ഇന്റർമീഡിയറ്റ് ലെവൽ അണ്ടർ സിലബസ് 2016 വിൽ ഗെറ്റ് എക്സംഷൻ. ഇത് രണ്ടും ഒരുമിച്ച് എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ സിലബസിൽ DT IDT എന്ന് പറയുന്ന ഒരുമിച്ചുള്ള പേപ്പർ എഴുതണ്ട. നേരെ മറിച്ച് ഒറ്റക്കൊറ്റക്കാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അതെന്ത് ചെയ്യൂല, എക്സംഷൻ ക്യാരി ഫോർവേഡ് ആവൂല എന്നർത്ഥം. ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഇഷ്യൂ ഇല്ല. നമുക്ക് ഇതേ പറഞ്ഞ പോലെ ഗ്രൂപ്പ് പാസ്സായാൽ അടുത്ത ഗ്രൂപ്പ് മാത്രം എഴുതിയാൽ മതി. സബ്ജക്റ്റുകളെല്ലാം തന്നെ
ഇതേപോലെ എക്സംഷൻ ഉണ്ട്, ഇന്റർ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ നമുക്കൊരു ഒരു പ്രശ്നമുള്ളത് 2016 സിലബസിൽ എലക്ടീവ് പേപ്പർ ഉണ്ടായിരുന്നില്ല. അതിന് പകരം സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന, ബിസിനസ് വാല്യൂഷൻ എന്ന് പറയുന്ന പേപ്പർ 20 മാത്രമായിരുന്നു. പുതിയ സിലബസിൽ നമുക്ക് 3 എലക്ടീവുകൾ ഉണ്ടായിരുന്നു, ABC 20 ABC. അതിലൊന്ന് SBMBV പഴയ സിലബസിൽ ഉണ്ടായിരുന്ന അതേ പേപ്പറാണ്, പിന്നെ ഒന്ന് ഇൻഷുറൻസും ഒന്ന് ബാങ്കിങ്ങുമാണ്. ഇതിൽ നമ്മൾ A സെലക്ട് ചെയ്തിരുന്നെങ്കിൽ, A ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഓൾറെഡി 2016 സിലബസിൽ നമുക്ക് അതിന് എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ സിലബസിലേക്ക് കൺവേർട്ട് ആയാലും അത് നമുക്ക് എക്സംഷൻ 3 കോൺസിക്യൂട്ടീവ് ടേമിന് കിട്ടും. അതല്ല നമ്മൾ എലക്ടീവ് പേപ്പർ മാറ്റിയാണ് എടുക്കുന്നതെങ്കിൽ ആ എക്സംഷൻ നമുക്ക് കിട്ടില്ല എന്നർത്ഥം. ഇതാണ് ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളത്. ഇതോടുകൂടി ഈ കൺഫ്യൂഷൻസ് തീരണം. ഞാൻ ഈ PDF ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്യാം. അത് വായിച്ചിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് വായിച്ചിട്ട് കൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.